ഹായ് ഫ്രണ്ട്സ്. സോ ഇതുവരെയായിട്ട് നമ്മൾ 10th ലെവലെയും അതേപോലെ യൂണിഫോം പോസ്റ്റിൻ്റെയും 2024 നടന്ന എക്സാമിൻ്റെ ഒരു കമ്പൈൽഡ് PDF ആയിട്ടൊരു കമ്പൈൽഡ് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവലിനാണ്. സോ ഡിഗ്രി ലെവലിൻ്റെ ബേസിക്കായിട്ട് 1-2 കാര്യങ്ങൾ പറയാം. കാരണം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന പോലെ തംബ്നെയിലിൽ കാണുന്ന പോലെ 28 പേപ്പർ എങ്ങനെ അത്രയും എക്സാം നടന്നോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. ഡിഗ്രി ലെവൽ എക്സാമുകൾ നടന്നോ എന്നുള്ളത്. സോ അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഏതൊക്കെ പേപ്പറാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോമൺ ആയിട്ട് ഡിഗ്രി ലെവലിൽ നടന്ന എക്സാമുകൾ, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ പേപ്പേഴ്സും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ജനറൽ PSCക്കാരൻ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലുണ്ട്. ഇനി വേറെ ടൈപ്പ്, ഓക്കെ, അതിനുശേഷം വരുന്ന രണ്ടാമതൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇതൊക്കെ ഡിഗ്രി ലെവൽ ടൈപ്പാണ്. 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പോൾ SIയുടെ പേപ്പർ ആണെങ്കിൽ അത്. ഇനി അതല്ലാത്ത കുറേ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹയർ സെക്കൻഡറി, ഓക്കെ, അതേപോലെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തിനാണ് ഞാൻ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഇതിൽ ജനറൽ PSCക്കാർ നോക്കേണ്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ള എക്സാമിൻ്റെ പേപ്പറാണിത്. സോ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ള എക്സാമിൻ്റെ പേപ്പറിൽ ആദ്യത്തെ 1 മുതൽ 40 വരെ ഏതാണ് GK ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 1 മുതൽ 40 വരെ. അതിനുശേഷം മാത്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ശരിക്കും 61 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ടെക്നിക്കലായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ജനറലായിട്ട് നോക്കേണ്ട ഒരു PSCക്കാർ നോക്കേണ്ടത് 1 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം, ഡീൽ ചെയ്യണം, അപ്പോൾ പഠിച്ചാൽ പറ്റും. അതേപോലെ ഇപ്പോൾ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കുക. ഇതിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജനറൽ PSCക്കാരൊക്കെ ചോദിക്കുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പം ചേഞ്ച് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യും ഇതിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവും. ഇത് കണ്ടോ, 20 വരെ എന്തുള്ളൂ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഗിവൺ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്, സാന്താർലബലി, ആറ്റിങ്ങ കലാപ, സന്യാസി റിവോൾട്ട്. സോ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിലുള്ളൂ. 21 മുതൽ എന്താ വരുന്നത്, അവരുടെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട അവരുടെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് ആദ്യം പറയാം, ഇത് ഫുള്ളായിട്ട് ഡിഗ്രി ലെവലല്ല. പിന്നെ എന്താണ്, ഡിഗ്രി ലെവൽ എക്സാം ഉണ്ട്, ഒപ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ നടന്ന, അതായത് മറ്റ് ടെക്നിക്കൽ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ ടെക്നിക്കൽ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്തിലാണുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണുള്ളത്. ഓക്കെ, അതിൽ GK ഒക്കെ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നടന്നത്. അങ്ങ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നടന്ന എല്ലാ എക്സാമിൻ്റെയും പേപ്പേഴ്സാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 28 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പ്യുവർ ഡിഗ്രി ലെവൽ എന്നുള്ളത് കുറച്ച് മാത്രമേ ഉണ്ടാവും. മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ ഏതാണ്, GK ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം, ഞാൻ കുറച്ചൊക്കെ ഞാൻ മുകളിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഏതാ വേണ്ടതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും ഏത് മുതൽ ഏത് വരെയാണ് GK ഭാഗം വന്നിട്ടുള്ളത്. സോ അതിങ്ങനെ വന്നിട്ടുള്ള ഭാഗം മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഭാഗം മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ 2024 നടന്ന ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, ഓൾറെഡി ഞാൻ യൂണിഫോമിൻ്റെയും അതേപോലെ 10th ലെവലിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇതുപോലെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 10th ലെവൽ മലയാളത്തിൽ നടന്ന എക്സാമുകളൊക്കെ 10th ലെവലിൻ്റെ ഒരു PDF അവിടെ നിങ്ങൾക്ക് കിട്ടും. അതിൽ 41 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതോടെ നമ്മൾ 2024 നടന്ന എല്ലാ PSC എക്സാമിൻ്റെയും OMR എക്സാമിൻ്റെയും ജനറൽ PSCക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ചെയ്തു. ഓൺലൈൻ എക്സാമിൻ്റെ ഇത് ഓൾറെഡി ചെയ്തു കേട്ടോ. ഓൺലൈൻ എക്സാമിന് നടന്ന പേപ്പറിൻ്റെ കമ്പൈലേഷൻ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ക്ലാസ്സായിട്ട് കാണാം. ഓക്കെ, ബൈ.